12 ലക്ഷത്തോളം റബ്ബർ കർഷകർ, 3.25 ലക്ഷത്തിലധികം വരുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ, 10,000-ഓളം വരുന്ന ചെറുകിട വ്യാപാരികൾ. ആഗോള വിപണിയിൽ സ്വാഭാവിക റബ്ബറിന് വില കുതിക്കുമ്പോഴും ഇവരുടെ പ്രതിസന്ധികൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അതേസമയം 3 മാസം പിന്നിടുമ്പോൾ വിലവർധന നടപ്പിലാക്കുന്ന ടയർ കമ്പനികളുടെ അവസ്ഥ നേർവിപരീതമാണ്. സ്വാഭാവിക റബ്ബറിന്റെ 70% ഉപയോഗിക്കുന്നത് 6 വൻകിട ടയർ കമ്പനികളാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കേണ്ട അടിയന്തര ഇടപെടലുകൾ അനന്തമായി നീളുന്നതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമാകുന്നതെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ റബ്ബർ നയം നടപ്പിലാക്കാനായി 2014 ജൂൺ 16 രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ തുടർ നടപടികൾ 3 വർഷം പിന്നിടുമ്പോഴും ചുവപ്പ് നാടയുടെ കെട്ടഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ ഇന്ത്യൻ റബ്ബറിന് വേൾഡ് മാർക്കറ്റിനെക്കാട്ടി അല്പം കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ച് വേൾഡ് മാർക്കറ്റിനെക്കാട്ടി വളരെ താഴ്ന്ന ഒരു നിലയിലായിരിക്കുന്നു. അത് തികച്ചും ടയർ വ്യവസായികളുടെ മനഃപൂർവമായ സംഘടിത ശ്രമമാണെന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. ആയതുകൊണ്ട് അത് ഒരുപോലെ ആക്കുക എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ജീവൽപ്രധാനമാണ്. അതിനുവേണ്ടി ഗവൺമെൻറ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. റബ്ബർ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന മാർഗമായിരുന്ന റബ്ബറൈസ്ഡ് റോഡിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുമില്ല. റോഡിന്റെ ആയുസ് 10 മടങ്ങായി വർദ്ധിക്കുമെന്ന് മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടും ഇവിടെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാത്തത് കൃത്രിമ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ, കോട്ടയം.